വിശദമായ വാർത്തകൾ നോക്കാം. സിബിഐയുടെ വിശ്വാസ്യത സംരക്ഷിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും നിസ്സാരമായ ആരോപണങ്ങളുടെ പേരിൽ തന്നെ പുറത്താക്കുകയായിരുന്നുവെന്നും അലോക് വർമ്മ. അലോക് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങളിൽ മിക്കതിനും തെളിവില്ലെന്നും തുടരന്വേഷണം ആവശ്യമാണെന്നുമുള്ള CVC റിപ്പോർട്ട് പരിഗണിച്ച് അദ്ദേഹത്തെ സിബിഐ തലപ്പത്ത് നിന്ന് മാറ്റിയത് അന്യായമാണെന്ന് കോൺഗ്രസ്. സിബിഐയുടെ ഇടക്കാല ഡയറക്ടറായി നാഗേശ്വർ റാവു ചുമതലയേറ്റു. അതേസമയം സംസ്ഥാനത്തിനുള്ളിൽ സിബിഐ അന്വേഷണത്തിന് ഛത്തീസ്ഗഡ് സർക്കാരും അനുമതി നിഷേധിച്ചു. വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, കൂടുതൽ വിശദാംശങ്ങൾ. അവനിക 10ഓളം ആരോപണങ്ങളായിരുന്നു അലോക് കുമാർ വർമ്മയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം നടന്ന CVC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഉപസമിതി യോഗത്തിൽ ചർച്ച ചെയ്തത്. ഒന്നാമത് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മാംസവ്യാപാരി മോയിൻ ഖുറേഷിക്കെതിരായ ആരോപണത്തിൽ അലോക് വർമ്മയുടെ ഇടപെടൽ സംശയാസ്പദമാണ്. IRCTC കേസിൽ മുഖ്യപ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചു. അഴിമതി ആരോപണമുള്ള ഉദ്യോഗസ്ഥരെ CBI തിരികെ കയറ്റാൻ ശ്രമിച്ചു. CBI ജോയിന്റ് ഡയറക്ടർക്കെതിരെ അയാൾ കേസിൽ നടപടികൾ വൈകിപ്പിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ SP-ക്കെതിരെ നടപടിയെടുക്കാൻ വിസമ്മതിച്ചു. വിജയ് മല്യക്കെതിരെ ലുക്കൌട്ട് നോട്ടീസിൽ വെള്ളം ചേർത്തു. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട രഹസ്യ ഇമെയിലുകൾ പൂഴ്ത്തിയെങ്കിൽ തുടങ്ങി 10ഓളം ആരോപണങ്ങളായിരുന്നു ഉണ്ടായത്. പക്ഷേ ഈ ആരോപണം എല്ലാം തന്നെ അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അത് അങ്ങനെ ഭാഗം കേൾക്കണം, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട 77 ദിവസം തിരിച്ചു നൽകണമെന്ന് ഉന്നതതല സമിതിയിലെ അംഗമായിരിക്കുന്ന കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടിരുന്നു. ഈ വിഷയങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് തലപ്പത്ത് നിന്ന് മാറ്റിയത്. പക്ഷെ അതെന്തായാലും ശരിയായ നടപടിയല്ല. തനിക്കെതിരായ ആരോപണങ്ങളൊന്നും ശരിയായതല്ല. താൻ CBIയുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാനാണ് ശ്രമിച്ചത്. CBIയുടെ വിശ്വാസത തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത് എന്നെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അലോക് കുമാർ വർമ്മ രംഗത്ത് വന്നിരിക്കുന്നു. നിലവിൽ റഫേൽ വിഷയത്തിൽ CBI FIR രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു എന്ന ഭയം മോദിക്കുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ അലോക് കുമാർ വർമ്മയെ തലപ്പത്ത് നിന്ന് മാറ്റിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. നിസ്സാരമായ ആരോപണങ്ങളുടെ പേരിൽ തന്നെ പുറത്താക്കുകയായിരുന്നു. CBIയുടെ വിശ്വാസത തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും സ്വതന്ത്രമായി CBI പ്രവർത്തിക്കണമെന്നും അലോക് വർമ്മ വ്യക്തമാക്കിയിരിക്കുന്നു. CBIയിൽ പുറമെ നിന്നുള്ള സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും സ്വാധീനം ഉണ്ടാവുന്നുണ്ട്. തന്നോടുള്ള ശത്രുതയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ പരാതിയാണ് തനിക്ക് നടപടിയെടുത്തത്. തന്റെ നിലപാട് വിശദീകരിക്കാൻ അവസരം ലഭിച്ചില്ല എന്നിങ്ങനെ ചില നിർണായകമായ കാര്യങ്ങളും അലോക് വർമ്മ പറഞ്ഞിരിക്കുന്നു. പ്രശാന്ത് ഭൂഷൺ, അരുൺ ഷൂരി, യശ്വന്ത് സിൻഹ എന്നിവർ റഫേൽ ഇടപാടിന്റെ വിശദമായ രേഖകൾ സഹിതം CBIക്ക് പരാതി നൽകുകയും റഫേൽ ഇടപാടിനെ കുറിച്ച് അലോക് വർമ്മ പ്രതിരോധ മന്ത്രാലയത്തോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. ഈ വലിയൊരു പ്രത്യാഘാതം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതാണ് മോദി അലോക് വർമ്മയെ പുറത്താക്കിയതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. സംസ്ഥാനത്തിനുള്ളിൽ CBI അന്വേഷണത്തിൽ ആന്ധ്രാപ്രദേശിനും പശ്ചിമ ബംഗാളിനും പിന്നാലെ ഛത്തീസ്ഗഡും ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നു. ഈ തീരുമാനം അറിയിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരിക്കുകയാണ്. 2001 ഛത്തീസ്ഗഡ് സർക്കാർ CBIക്ക് അന്വേഷണാധികാരം നൽകി ഉത്തരവിറക്കിയത്. എന്നാൽ ആ ഉത്തരവ് ഇപ്പോൾ റദ്ദാക്കുന്നു. കാരണം CBIയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് ആ ഛത്തീസ്ഗഡ് സംസ്ഥാനം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് പശ്ചിമ ബംഗാളും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശും ഈ കാര്യം നടപ്പിലാക്കിയത്. അപ്പോൾ എന്തായാലും നമ്മൾ സാധാരണക്കാരും ഒരു ഇന്ത്യൻ പൗരന് ഏറ്റവും വലിയ വിശ്വാസമുള്ള സ്ഥാപനമാണ്, ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെയാണ് CBI. ആ CBIയുടെ തലപ്പ് തന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നു. CBIയിൽ തന്നെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിന് CBIയുടെ മുൻ ഡയറക്ടറായിരുന്ന അലോക് കുമാർ വർമ്മ തന്നെ വ്യക്തമാക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു സാധാരണ ഇന്ത്യൻ പൗരന് CBIയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും 3 സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ CBI CBIയുടെ അന്വേഷണ അനുമതി നിഷേധിച്ചുകൊണ്ട് തന്നെയുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡ് സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. അവന്തിക. ഹരീഷ്, അതുപോലെ തന്നെ CBIയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അലോക് വർമ്മയുടെ നീക്കം എപ്രകാരമായിരിക്കും? അലോക് കുമാർ വർമ്മയ്ക്ക് അവസാനത്തെ ഔദ്യോഗിക കാലാവധി പൂർത്തിയാകുന്നത് ഈ മാസം ജനുവരി 31-ാം തീയതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ 77 ദിവസങ്ങൾ തന്നെ ഇതിന്റെ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു. ആദ്യം ഒക്ടോബർ 23-ാം തീയതി അർദ്ധരാത്രി അദ്ദേഹത്തെ മാറ്റിയതോടുകൂടി തന്നെ 77 ദിവസം അദ്ദേഹം നഷ്ടപ്പെട്ടു. ആ 77 ദിവസം തിരിച്ചിറക്കണം ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അതടക്കം ലഭിക്കുകയാണെങ്കിൽ നീട്ടി നൽകുകയാണെങ്കിൽ അദ്ദേഹത്തെ ഫെബ്രുവരി മാസവും മാർച്ചും ഔദ്യോഗിക പദവി ഇരിക്കാൻ പറ്റിയ സാഹചര്യമുണ്ട്. പക്ഷേ ഉന്നതതല സമിതി യോഗം ചേർന്നതിന് ശേഷം ഇന്നലെ 2.5 മണിക്കൂറോളം യോഗം ചേർന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റി CBI തലത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് തന്നെ ഫയർ സർവീസ് ആൻഡ് ഹോം ഗാർഡ്സിന്റെ DG ആയി തന്നെയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനിയുള്ള കാലം ഇനിയുള്ള സർവീസിന്റെ കാലം മൊത്തം തന്നെ അദ്ദേഹം ആ വിഭാഗത്തിന്റെ തലവനായിരിക്കാനാണ് സാധ്യത. എന്നാൽ അലോക് കുമാർ വർമ്മ സജീവമായി തന്നെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വന്നതോടുകൂടി തന്നെ വലിയ വിഷയങ്ങൾ ഒരു രാഷ്ട്രീയപരമായി തന്നെയുള്ള സംഘർഷത്തിലേക്കാണ് ഇന്ത്യയിൽ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ശക്തമായി തന്നെ ഈ റഫേൽ വിഷയം ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ അലോക് കുമാർ വർമ്മ ഈ റഫേൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി നഷ്ടപ്പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ച് സഭയെ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വരാനാണ്. ഹരീഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയ്ക്കെതിരായ FIR രജിസ്റ്റർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ദില്ലി ഹൈക്കോടതി ഇന്ന് വിധി പറയും. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അസ്താനയും കേസിലെ മറ്റൊരു പ്രതി DCP ദേവേന്ദ്രകുമാറും നൽകിയ ഹർജികളിൽ ഉച്ചയ്ക്ക് 2:15 വിധി പറയുക. മാംസവ്യാപാരി മോയിൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണക്കേസിൽ പ്രതി ചേർക്കാതിരിക്കാൻ ഹൈദരാബാദ് സ്വദേശിയായ സതീഷ് സനയിൽ നിന്ന് കോഴ വാങ്ങിയെന്നാണ് കേസ്. CBI തലപ്പത്ത് തർക്കങ്ങൾ മൂർച്ഛിക്കാൻ കാരണമായത് ഈ കേസാണ്. മുൻ CBI ഡയറക്ടർ അലോക് വർമ്മ വ്യക്തിവൈരാഗ്യം തീർക്കാൻ കെട്ടിച്ചമച്ചതാണ് കേസെന്ന് വാദത്തിനിടെ ഇരുവരും ആരോപിച്ചിരുന്നു. കോൺഗ്രസിനെ ഒഴിവാക്കി ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തിന് BSP-SP ധാരണ. മഹാസഖ്യ പ്രഖ്യാപനം അഖിലേഷ് യാദവും മായാവതിയും നാളെ നടത്തും. ഇരു പാർട്ടികളും 37 സീറ്റിൽ വീതവും RLD 2 സീറ്റിലും മത്സരിക്കും. NDAയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഘടകകക്ഷികൾക്കായി സഖ്യം വാതിൽ തുറന്നേക്കും. കോൺഗ്രസിനെ എഴുതിത്തള്ളേണ്ടതില്ലെന്നും സംസ്ഥാനത്ത് കോൺഗ്രസ് ശക്തമായി തിരിച്ചുവരവ് നടത്തുമെന്നുമാണ് സഖ്യത്തിനുള്ള കോൺഗ്രസിന്റെ മറുപടി. കോൺഗ്രസിനെ ഒഴിവാക്കി ഉത്തർപ്രദേശിൽ പൊതുതെരഞ്ഞെടുപ്പ് നേരിടാനാണ് SP-BSP അന്തിമധാരണ. മായാവതിയും അഖിലേഷ് യാദവും നടത്തിയ മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് മഹാസഖ്യ രൂപീകരണത്തിലും സീറ്റ് വിഭജനത്തിലും അന്തിമ തീരുമാനമായത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇരുവരും നാളെ ലക്നൌവിൽ നടത്തും. 80 സീറ്റുകളുള്ള UPയിൽ SP-യും BSP-യും 37 വീതം സീറ്റുകളിൽ മത്സരിക്കും. അജിത് സിംഗിന്റെ RLDക്ക് കൈരാന ഉൾപ്പെടെ 2 സീറ്റ് നൽകും. കോൺഗ്രസിനെ സഖ്യത്തിന്റെ ഭാഗമാക്കില്ലെങ്കിലും സോണിയയുടെ മണ്ഡലമായ റായ്ബറേലിയിലും രാഹുലിന്റെ മണ്ഡലമായ അമേഠിയിലും സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തില്ല. NDAയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഘടകകക്ഷികൾക്കായി മഹാസഖ്യം വാതിൽ തുറന്നേക്കും. ഓം പ്രകാശ് രാജ്ഭറിന്റെ സുഹൽദേവ് പാർട്ടിക്ക് 1 സീറ്റ് നൽകുകയും അപ്നാദളിന്റെ 1 സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനും സഖ്യം തയ്യാറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ മഹാസഖ്യത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. സഖ്യത്തിൽ ഉൾപ്പെടുത്താത്ത സാഹചര്യത്തിൽ സ്വന്തം നിലയിൽ മത്സരിക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന. കോൺഗ്രസിനെ എഴുതിത്തള്ളേണ്ടതില്ലെന്നും സംസ്ഥാനത്ത് കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നുമുള്ള നിലപാടിലാണ് പാർട്ടി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 71 സീറ്റുകൾ ലഭിച്ച ഉത്തർപ്രദേശിൽ മഹാസഖ്യം വരുന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ലെന്ന് വ്യക്തമായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തീയതി പ്രഖ്യാപിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം ദില്ലിയിൽ ആരംഭിച്ചു. 2014 സമാനമായ രീതിയിൽ 9 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തണമോ എന്ന കാര്യത്തിലും ചർച്ച നടക്കും. ഇന്നും നാളെയുമായി 2 ദിവസമാണ് യോഗം. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിന് 72 മണിക്കൂർ മുൻപ് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രിക പുറത്തിറക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയേക്കും. 5 മാസത്തിനുള്ളിൽ പുതിയ സർക്കാർ കേന്ദ്രത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കമിടുന്ന നിർണായക യോഗമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. എല്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും സന്നിഹിതരായ യോഗത്തിൽ ജനപ്രാതിനിധ്യ നിയമത്തിലെ ചട്ടങ്ങളിൽ മാറ്റം, ലോക്സഭാ വോട്ടിംഗ് ഘട്ടങ്ങൾ എന്നിവയാണ് ചർച്ചാ വിഷയം. 2014 9 ഘട്ടമായാണ് പൊതുതെരഞ്ഞെടുപ്പ് നടന്നത്. സമാനമായ രീതിയിൽ ഇത്തവണയും തെരഞ്ഞെടുപ്പ് നടത്തണമോ എന്ന കാര്യത്തിലും തീരുമാനമെടുക്കും. തെരഞ്ഞെടുപ്പ് ചട്ടത്തിലെ മാറ്റങ്ങൾ സംബന്ധിച്ച് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ഉമേഷ് സിൻഹയുടെ നേതൃത്വത്തിലുള്ള 14-അംഗ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സമർപ്പിച്ചിരുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പിന് 72 മണിക്കൂറിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രിക പുറത്തിറക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. 2014 തെരഞ്ഞെടുപ്പ് സമയത്ത് ആദ്യഘട്ട വോട്ടിംഗ് നടക്കുമ്പോഴാണ് BJP പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഇത് ഏറെ വിവാദമായിരുന്നു. വോട്ടർമാരെ സ്വാധീനിക്കുന്ന നടപടിയാണെന്ന് ചൂണ്ടിക്കാട്ടി മറ്റു പാർട്ടികൾ കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. നിശബ്ദ പ്രചാരണ സമയത്ത് സ്ഥാനാർത്ഥികൾ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുന്നത് നിരോധിക്കണം, ഈ സമയത്ത് വോട്ടർമാരെ നേരിട്ട് കാണുന്ന നിർത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട്. 2 ദിവസമായി നടക്കുന്ന യോഗത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്രത്തിൽ ഭരണമാറ്റത്തിന് കോൺഗ്രസ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ലെന്ന് AK ആന്റണി. കേരളത്തിലെ പരമ്പരാഗത വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടമായെന്നും ആന്റണി. സഹകരിക്കാൻ കഴിയുന്നവരുമായി ധാരണയുണ്ടാക്കുമെന്നും AK ആന്റണി വ്യക്തമാക്കി. ഈ വർഷം ഒരു കുരുക്ഷേത്ര യുദ്ധത്തിന്റെ വർഷമാണ്. ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കാൻ പോകുന്ന ഇലക്ഷൻ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ, ഇന്ത്യയുടെ ബഹുസ്വരതയുടെ, ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങളുടെ, അങ്ങനെ ഭരണഘടന സംരക്ഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ദേശീയ മൂല്യങ്ങൾ, അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ഇത്തവണ നമുക്ക് കൈപ്പിഴ പറ്റിയാൽ, ഇന്ത്യയിലെ ജനാധിപത്യ മതേതരവാദികൾക്ക് കൈപ്പിഴ പറ്റിയാൽ, രണ്ടാമതൊരിക്കൽ കൂടി ഇന്ന് രാജ്യം ഭരിക്കുന്ന RSS നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെൻറ് രംഗത്ത് വന്നാൽ ആദ്യം തകർക്കാൻ പോകുന്നത്
ഇന്ത്യയുടെ ഭരണഘടനയായിരിക്കും. ബി.ജെ.പി. ദേശീയ കൌൺസിൽ യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്കായാണ് യോഗം ചേരുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 12,000-ഓളം പ്രതിനിധികൾ 2 ദിവസം നീണ്ടുനിൽക്കുന്ന കൌൺസിലിൽ പങ്കെടുക്കും. രാംലീല മൈതാനിയിൽ നടക്കുന്ന കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർട്ടി അധ്യക്ഷൻ അമിത്ഷായും പ്രതിനിധികളെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പ്രസംഗിക്കും. നാളെ രാവിലെ മുതൽ നടക്കുന്ന ദേശീയ കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി മുഴുവൻ സമയവും പങ്കെടുക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സഖ്യം, ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നിവ കൌൺസിലിൽ ചർച്ചയാവും. ഇടവേള. 2011 തടവുകാരെ വിട്ടയച്ച സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയത് 209 തടവുകാരെ വിട്ടയച്ച നടപടി. 10 വർഷം തടവ് അനുഭവിച്ചവരെയാണ് 2011 വിട്ടയച്ചത്. ഇവരുടെ വിവരങ്ങൾ ഗവർണർ പരിശോധിക്കണമെന്നും വിട്ടയക്കപ്പെട്ടവർ ബാക്കി തടവ് അനുഭവിക്കണമെന്നും കോടതി. 10 വർഷത്തിലധികം തടവ് ശിക്ഷ അനുഭവിച്ചവർക്ക് ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള 2011 സർക്കാർ ഉത്തരവ് കോടതി റദ്ദാക്കി. തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാരിന് അധികാരമുണ്ടെങ്കിലും അതിന് മതിയായ കാരണങ്ങൾ വേണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 2011 ഉത്തരവിൽ മതിയായ കാരണങ്ങൾ ഇല്ലാതെയും ചിലരെ വിട്ടയച്ചുവെന്നും കോടതി വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ ഇളവ് ലഭിച്ചവരുടെ പട്ടിക സർക്കാർ പുനഃപരിശോധിക്കണം. ഇക്കാര്യത്തിൽ 6 മാസത്തിനകം ഗവർണർ തീരുമാനമെടുക്കണം. പരിശോധനയ്ക്ക് ശേഷം യോഗ്യതയില്ലെങ്കിൽ ശേഷിക്കുന്ന ശിക്ഷാ കാലയളവ് വിട്ടയക്കപ്പെട്ടവർ അനുഭവിക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി. 2011 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചായിരുന്നു തടവുകാർക്ക് ശിക്ഷാ ഇളവ് പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അയോഗ്യനാക്കിയ ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്ത് മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജി സമർപ്പിച്ച ഹർജിയിൽ മുൻ ഉത്തരവ് ആവർത്തിച്ച് സുപ്രീംകോടതി. ഷാജിക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം, എന്നാൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. അഴീക്കോട് തെരഞ്ഞെടുപ്പും MLA സ്ഥാനവും റദ്ദാക്കിയ ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്ത് ഷാജി സമർപ്പിച്ച 2 ഹർജികളും ഒരുമിച്ച് പരിഗണിക്കാൻ ജസ്റ്റിസ് A.K. സിക്രി അധ്യക്ഷനായ ബെഞ്ച് തീരുമാനിച്ചു. അഴീക്കോട് മണ്ഡലത്തിലെ CPM പ്രവർത്തകനായ TV ബാലൻ നൽകിയ ഹർജിയിലാണ് രണ്ടാമതും ഷാജിയുടെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയത്. കരിമണൽ സംസ്ഥാനത്തിന്റെ സമ്പത്തെന്ന് വ്യവസായ മന്ത്രി E.P. ജയരാജൻ. കരിമണൽ ഖനനത്തിൽ അശാസ്ത്രീയതയുണ്ടോ എന്ന് പരിശോധിക്കും. സമരത്തിന് പിന്നിൽ നാട്ടുകാർ തന്നെയാണോ എന്നതും പരിശോധിക്കേണ്ടതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. തീർച്ചയായും പരിശോധിക്കാം. അത് IRU ആണ് അവിടെ മൈനിങ് നടത്തുന്നത്. പക്ഷേ മൈനിങ് നടത്തുന്നതിൽ അങ്ങനെ പ്രത്യേകിച്ച് പരാതി ഉണ്ടാകേണ്ട ഒരു കാര്യം കാണുന്നില്ല. അത് പരിശോധിച്ച് എന്താണ് നോക്കി. ഈ കരിമണൽ എന്ന് പറയുന്നത് പ്രകൃതി നമുക്ക് തരുന്നൊരു വൻ സമ്പത്താണ്. ഇപ്പം അതിന് വളരെ ചെറിയ ശതമാനം ശേഖരിക്കാൻ സാധിക്കുന്നു. ഞാൻ നോക്കാം എന്താണെന്നുള്ളത് പരിശോധിക്കുക. എന്താണ് അശാസ്ത്രീയത എന്നുള്ളത് പരിശോധിച്ച് അശാസ്ത്രീയമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സയൻറ്റിഫിക്കായി വളരെ എളുപ്പം ചെയ്ത് ബുദ്ധിമുട്ടില്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ഞാൻ പരിശോധിക്കാം. നാട്ടുകാർ തന്നെയാണോ പറയുന്നത് എന്നുള്ളത് കൂടി ഒന്ന് വെരിഫൈ ചെയ്താണ്. ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിൽ പൊതുമേഖലാ സ്ഥാപനത്തിനെതിരായ നീക്കം ഗവൺമെന്റ് അനുവദിക്കില്ലെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. കടൽ തീരം സംരക്ഷിച്ചുകൊണ്ട് ഖനനം എന്നതാണ് സർക്കാർ നയമെന്നും സ്വകാര്യ വ്യക്തികൾക്ക് ഖനനത്തിന് അനുമതി നൽകില്ലെന്നും മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. സ്വകാര്യവൽക്കരണത്തിനെതിരെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ജീവനക്കാരുടെ പ്രതിഷേധം. വിമാനത്താവളം സന്ദർശിക്കാനെത്തിയ GMR ഗ്രൂപ്പ് പ്രതിനിധികളെ ജീവനക്കാർ തടഞ്ഞു. വിമാനത്താവള ലേലത്തിൽ പങ്കെടുക്കുന്നതിനു മുന്നോടിയായാണ് കമ്പനി പ്രതിനിധികൾ വിമാനത്താവള ഡയറക്ടറുമായി ചർച്ചയ്ക്കെത്തിയത്. പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ആരംഭിച്ചു. അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളാണ് പേട്ടതുള്ളുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, പേട്ടതുള്ളൽ ആരംഭിച്ചോ? മറ്റൊരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? വിവരങ്ങൾ. മാനത്ത് കൃഷ്ണപ്പരുന്ത് പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് സമൂഹ പെരുവൻ ചന്ദ്രശേഖരൻ നായർ നേതൃത്വത്തിലുള്ള അമ്പലപ്പുഴ സംഘം ആദ്യം പേട്ടതുള്ളിയത്. പേട്ടതുള്ളൽ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പേട്ടതുള്ളി എത്തിയ സംഘത്തെ എരുമേലി വാവര് പള്ളിയിൽ സ്വീകരിച്ചു. ജമായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം നൽകിയത്. അതിനുശേഷം അവർ പള്ളിയെ ചുറ്റി വലം വെച്ച് ശേഷം അവർ വലിയ അമ്പലത്തിലേക്ക് പോയി. വാവരുടെ പ്രതിനിധിയായി ജമായത്ത് ഭാരവാഹി പേട്ടതുള്ളൽ സംഘത്തിനൊപ്പം വലിയ ധർമ്മശാസ്ത്ര ക്ഷേത്രം വരെ അവരെ അനുഗമിച്ചു. അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായ ആലങ്ങാട്ട് സംഘം പെരിയോൻ അമ്പാടത്ത് വിദ്യാകുമാറിന്റെ നേതൃത്വത്തിൽ ആണ് ഇനി അടുത്ത പേട്ടതുള്ളൽ. അത് ഉച്ചയ്ക്ക് ശേഷമാണ്. വാവരുടെ പ്രതിനിധി അമ്പലപ്പുഴ സംഘത്തിനൊപ്പം ശബരിമലയ്ക്ക് പോയെന്ന വിശ്വാസമുള്ളതിനാൽ ആലങ്ങാട് സംഘം വാവര് പള്ളിയിൽ കയറില്ല. പേട്ടതുള്ളലിന് ശേഷം
വലിയ തോട്ടിൽ കുളിച്ച് അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ ശബരിമലയിലേക്ക് യാത്ര തിരിക്കും. ഇവർ ശബരിമലയിലേക്ക് യാത്ര തിരിക്കുന്നതോടെ ഈ ആണ്ടിലെ പേട്ടയ്ക്ക് സമാപനമാകും. ഏതായാലും നാടിന്റെ ഒരു മതമൈത്രിയും അതുപോലെ നാടിന്റെ സമാധാനവും തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദത്തിന്റെയും യഥാർത്ഥ ഭക്തിയുടെയും ഒരു സംഗമമായിരുന്നു എരുമേലി പേട്ടകളുടെ കൂടുതൽ പ്രസക്തമാക്കുന്നത്. ശരി, വ്യക്തമാണ്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ആരംഭിച്ചു. ദേവസ്വം പ്രസിഡന്റ് രാജിവെച്ചെന്ന് പ്രചരിക്കുന്നത് വ്യാജ വാർത്തയെന്ന് മന്ത്രി കടകംപള്ളി. ദുഷ്പ്രചരണങ്ങളാണ് നടക്കുന്നതെന്നും മന്ത്രി കടകംപള്ളി വ്യക്തമാക്കി. മകരവിളക്കിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ളത് എരുമേലിയിലാണ്. ഞാനിപ്പോൾ സംസാരിച്ചിരുന്നു, അനാവശ്യമായിട്ടുള്ള ദുഷ്പ്രചരണമാണ് നടക്കുന്നത്. എരുമേലിയിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് അതിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് എരുമേലിയിലുണ്ട്. വെറുതെ പറയുന്നത് ഞാൻ ഇപ്പോൾ പത്മകുമാറായിട്ട് സംസാരിച്ചു. അങ്ങനെ യാതൊരു തരത്തിലുള്ള സംഗതിയില്ല. പത്മകുമാർ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തന രംഗത്താണ്. കാലാവധി പൂർത്തിയാക്കും വരെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പ്രതികരിച്ചു. താൻ സ്ഥാനത്ത് നിന്ന് മാറുമെന്നത് ചിലരുടെ സ്വപ്നം മാത്രമെന്നും പത്മകുമാർ വ്യക്തമാക്കി. എങ്ങനെയാണ് ഈ മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു വാർത്ത കിട്ടിയതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. ചിലപ്പോൾ സ്വാഭാവികമാണ്. ഞാൻ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പൊതുപ്രവർത്തനം, ആ പൊതുപ്രവർത്തനം നല്ല ഒരു സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ മുള്ളു നിറഞ്ഞ പാതയിൽ കൂടെ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും ചിലർക്കെങ്കിലും അതിന് ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും, അവരങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാകും. ആ ആഗ്രഹം ഇപ്പോൾ തൽക്കാലം നടക്കാൻ പോകുന്നില്ല. ഗവൺമെൻറ്റുമായി ആലോചിച്ച് ദേവസ്വം ബോർഡ് മെമ്പർമാരെന്നുള്ളതായിരിക്കും ഞങ്ങൾ പരിപൂർണമായിട്ടുള്ള ഐക്യത്തോടു കൂടിയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം 1-ാം തീയതിയാണ് ഞാൻ പ്രസിഡൻ്റായിട്ട് ചുമതല ഏറ്റെടുത്തത്. കഴിഞ്ഞ വർഷം ശബരിമല സീസൺ ആരംഭിക്കുന്നത്. ആ വർഷം നന്നായിട്ട് പോയി. ഈ വർഷം ഇതുവരെ കുഴപ്പമില്ല. 3-4 ദിവസം കൂടെ ഉണ്ട് മകരവിളക്കിന്. നാളെ പന്തളത്ത് നിന്ന് നമ്മുടെ തിരുവാഭരണം ഏറ്റുവാങ്ങിച്ച് അതിനോടൊപ്പം ഞാനുണ്ടാവും. മകരവിളക്കിന് ഞാനുണ്ടാവും. നവംബർ 14-ാം തീയതിയാണ് എൻ്റെ കാലാവധി തീരുന്നത്. അതുവരെ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. മകരവിളക്കിനെത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷാ ക്രമീകരണങ്ങളും ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങളും വിലയിരുത്താൻ ഹൈക്കോടതി നിയോഗിച്ച 3-അംഗ മേൽനോട്ട സമിതി സന്നിധാനത്തെത്തി പരിശോധന ആരംഭിച്ചു. ജസ്റ്റിസ് PR രാമൻ, S സിരിജകൻ, DGP ഹേമചന്ദ്രൻ എന്നിവർ അടങ്ങിയ സംഘം ഇന്നലെ ഉച്ചയോടെ നിലയ്ക്കൽ ബേസ് ക്യാമ്പിലും പമ്പയിലുമായി പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് KSRTC, ദേവസ്വം, പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി നിർദ്ദേശങ്ങളും നൽകി. തീർത്ഥാടന കാലം ആരംഭിച്ചപ്പോൾ ഭക്തർ നേരിട്ട ബുദ്ധിമുട്ടുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് സമിതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 15-ാം തീയതി വരെ സമിതി സന്നിധാനത്ത് തുടരും. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമല യുവതീ പ്രവേശന വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരും നല്ല നിലയിലാണ് കൈകാര്യം ചെയ്തു വരുന്നതെന്ന് പ്രശസ്ത തമിഴ് കവയിത്രിയും എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ സൽമ. സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ സഹകരിക്കേണ്ടവർ അതിനെതിരെ അക്രമവും കലാപവും സൃഷ്ടിക്കുന്നത് ഖേദകരമാണ്. കലാപത്തിലൂടെ ദക്ഷിണേന്ത്യയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുകയാണ് BJPയും RSSും ലക്ഷ്യമിടുന്നതെന്നും സൽമ വ്യക്തമാക്കി. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ശബരിമല യുവതീ പ്രവേശന പ്രശ്നം നല്ല നിലയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രശസ്ത തമിഴ് കവയിത്രിയും എഴുത്തുകാരിയും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ സൽമ പറഞ്ഞു. ക്രമസമാധാനം നിലനിർത്താൻ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും സാധിക്കുന്നതായി അവർ ചൂണ്ടിക്കാട്ടി. കൈരളി പീപ്പിൾ TVക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് സൽമ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. BJP trying to do something in this state. BJP Gundas, they are attacking women. They want to create problems, violence, but now everything is under the control. The Chief Minister is doing very good job, I think. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാനാണ് BJPയുടെ ശ്രമം. സുപ്രീംകോടതി വിധി അംഗീകരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. എന്നാൽ ഇതിന് വിരുദ്ധമായ സമീപനമാണ് BJPയുടേത്. The BJP, they want to create problem because of they are always doing this kind of problem because the vote bank, they want to enter in southern states, the Kerala, they want to enter, they want to get more votes. That's why they are creating problem. But this is the Supreme Court order verdict. തമിഴ്നാട്ടിലെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നതിന് അനുകൂലമാണ്. ശബരിമലയിൽ വരുന്നവരെ BJP പ്രവർത്തകർ ആക്രമിക്കുന്നതിനാലാണ് കൂടുതൽ സ്ത്രീകൾ വരാത്തത്. Tamil so many people they are supporting this. Women are going to Sabarimala. Some women are also came here, but BJP workers and BJP party men they attacked them. എല്ലാവരും
സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി നിലകൊള്ളുകയാണ് വേണ്ടത്. സുപ്രീം കോടതി വിധി ഇതാണ് ചൂണ്ടിക്കാട്ടുന്നതെന്ന് സൽമ പറഞ്ഞു. So many people they are always fighting for gender equality, gender rights of our freedom, everything we want. But BJP want to create problem, the politicalized. യുവകലാസാഹിതിയുടെ സംസ്ഥാനതല സാംസ്കാരിക യാത്ര കാഞ്ഞങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു കവയിത്രി സൽമ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശബരിമല വിഷയത്തിൽ ദുരുദ്ദേശപരമായി ഹർജി നൽകിയതിന് ഹൈക്കോടതി വിധിച്ച 25,000 രൂപ പിഴ ബിജെപി നേതാവ് ശോഭ സുരേന്ദ്രൻ അടച്ചു. ഹൈക്കോടതിയിലെ ലീഗൽ സർവീസ് വിഭാഗത്തിലാണ് ശോഭ പിഴ ഒടുക്കിയത്. പിഴ അടയ്ക്കില്ലെന്നും ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നുമായിരുന്നു ശോഭ പരസ്യ നിലപാട് സ്വീകരിച്ചത്. സുപ്രീംകോടതിയെ സമീപിക്കുന്നത് തിരിച്ചടിയാകുമെന്ന നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് പിഴ അടച്ചതെന്നാണ് സൂചന. ശബരിമലയിൽ ഭക്തരെ പോലീസ് പീഡിപ്പിക്കുകയാണെന്നും തനിക്ക് നേരെയും പീഡനമുണ്ടായെന്നും മറ്റും ആരോപിച്ച് സമർപ്പിച്ച ഹർജിയിലായിരുന്നു ശോഭാ സുരേന്ദ്രനെതിരെ ഹൈക്കോടതി കടുത്ത നടപടി സ്വീകരിച്ചത്. ആരോപണം വസ്തുതാവിരുദ്ധമെന്ന് വിലയിരുത്തിയ കോടതി ഹർജി തള്ളി 25,000 രൂപ പിഴശിക്ഷ വിധിക്കുകയായിരുന്നു. എന്നാൽ ഹൈക്കോടതി വിധിക്കെതിരെ ശോഭ പരസ്യമായി തന്നെ രംഗത്തെത്തി. ഹൈക്കോടതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഗത്യന്തരമില്ലാതെ ഒടുവിൽ പിഴയൊടുക്കാൻ തയ്യാറാവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലെ ലീഗൽ സർവീസ് വിഭാഗത്തിൽ 25,000 രൂപ പിഴയൊടുക്കി രസീത് കൈപ്പറ്റി. വില കുറഞ്ഞ പ്രശസ്തിക്ക് വേണ്ടി കോടതിയെ ഉപയോഗിക്കരുതെന്ന് താക്കീത് നൽകിയ ശേഷമായിരുന്നു ശോഭയ്ക്ക് ശിക്ഷ വിധിച്ചത്. ശോഭയുടെ അഭിഭാഷകൻ നിരുപാധികം മാപ്പപേക്ഷിച്ചെങ്കിലും ഹർജി പിൻവലിക്കാൻ പോലും അനുവദിക്കാതെ കോടതി ഹർജി തള്ളുകയാണ് അന്ന് ചെയ്തത്. അനാവശ്യവും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ഹർജികളുമായി എത്തുന്നവർക്കുള്ള സന്ദേശമായാണ് പിഴ ചുമത്തുന്നതെന്നും ചീഫ് ജസ്റ്റിസ് ഋഷികേഷ് റോയ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ശബരിമല വിഷയം ഉന്നയിച്ച് സമർപ്പിച്ച ഹർജി തള്ളിയതും ഹർജിക്കാരിക്ക് പിഴ വിധിച്ചതും ബിജെപി നേതൃത്വത്തിന് വലിയ നാണക്കേട് സൃഷ്ടിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇടവേള. 2 ദിവസത്തെ സന്ദർശനത്തിനായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി UAE-യിലെത്തി. ദുബായിലും അബുദാബിയിലും നടക്കുന്ന വിവിധ പരിപാടികളിൽ രാഹുൽ ഗാന്ധി സംബന്ധിക്കും. ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് രാഹുൽ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം നടക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ലെറ്റർ പാഡ് തിരുത്തി വ്യാജരേഖയുണ്ടാക്കി സോളാർ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ വിധി പറയുന്നത് ജനുവരി 19 മാറ്റി. സോളാർ കേസിലെ മുഖ്യപ്രതിയായ ബിജു രാധാകൃഷ്ണനാണ് ഈ കേസിലെ മുഖ്യപ്രതി. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു. ഇതിന് നന്ദി അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രതിക്ക് കത്തയച്ചത് ദുരുപയോഗപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കത്ത് വന്ന മുഖ്യമന്ത്രിയുടെ ലെറ്റർ പാഡ് തിരുത്തി ഇവരുടെ കമ്പനിയുടെ സോളാർ പദ്ധതി സർക്കാർ അംഗീകാരമുള്ളതാണെന്ന് വ്യാജമായി എഴുതി ചേർത്ത് പ്രചരിപ്പിച്ചു. കൂടാതെ 75 ലക്ഷം രൂപ വെട്ടിപ്പ് നടത്തിയെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ്. കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കോഴിക്കോട് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന 27ാമത് സെന്റർ ബൈ സെന്റ് ക്രെഡായ് പ്രോപ്പർട്ടി ഷോ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ശ്യാം സുന്ദർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സരോവരം പാർക്കിന് എതിർവശം PVK ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ഷോ 13-ന് സമാപിക്കും. രാവിലെ 10:30 മുതൽ രാത്രി 9:30 വരെയാണ് ഷോ. പ്രോപ്പർട്ടി ഷോയിൽ കേരളത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ബിൽഡർമാർ ഒരുക്കുന്ന ഭവനങ്ങൾ സ്വന്തമാക്കാം.